മാന്യ സദസ്സിന് വന്ദനം. എന്നാൽ ഞാനൊരു കഥയുര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. അതെ, ഗുരുവര്യന്മാർ ഉപവിഷ്ടരായി ഈ മഹനീയ വേദിയിൽ കേരളീയ കലകളെക്കുറിച്ച് എനിക്കുള്ള എളിയ ചില ആശയങ്ങൾ പങ്കുവെച്ചുകൊള്ളട്ടെ. ദേശാന്തരങ്ങളിൽ കേളിക്കേട്ട കഥകളിയും കേരള കലാമണ്ഡലവും സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ നിന്ന് വന്ന എനിക്ക് ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമായി കരുതട്ടെ. മഹാഭാരത ഭൂവിന്റെ മണിത്തങ്ക ചിലങ്ക പോലെ വാഴുന്ന നമ്മുടെ കേരളത്തിന്റെ കലാപാരമ്പര്യം ആരംഭിച്ചതെന്നാണ്? തീർച്ചയായും നാം പോയ നൂറ്റാണ്ടുകളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. എഴുത്തും വായനയും അറിയാത്ത അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ വയലേലകളിൽ ആയാസത്തിനായി പാടി രസിച്ചിരുന്ന കൊയ്ത്തുപാട്ട്, ഞാറ്റുപാട്ട്, ചുവടുവെപ്പുകളും തന്നെയല്ലേ നമ്മുടെ ഇന്നത്തെ പല കലകളുടെയും ആദിരൂപങ്ങൾ? നാടൻ പാട്ടുകൾ എന്ന തലക്കെട്ടോടെ ഇന്നും നാം പല വേദിയിലും പാടി രസിക്കുന്നതും ഇത് തന്നെയല്ലേ? തച്ചോളി ഓതേനന്റെയും ആരോമൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെയും വീരഗാഥകൾ അടങ്ങുന്ന വടക്കൻ പാട്ടുകൾ, മൊയിൻകുട്ടി വൈദ്യരിൽ നിന്ന് തുടങ്ങിയ മാപ്പിളപ്പാട്ട്, സ്വാതി തിരുനാൾ കൃതികൾ. സംഗീത ലോകത്ത് ഇതിലും വലിയൊരു പാരമ്പര്യം ആർക്കാണ് അവകാശപ്പെടാനുണ്ടാവുക? ചിത്രകലയിലും ശില്പകലയിലും കേരളത്തിന്റെ സംഭാവനകൾ വിസ്മരിക്കാനാവുമോ? രാജാ രവിവർമ്മ എന്ന ഒറ്റ പേര് മാത്രം പോരെ നാം മലയാളികൾക്ക് അഭിമാനിക്കാൻ? എന്തിനേറെ പറയുന്നു, തുള്ളൽ, മോഹിനിയാട്ടം, കൂത്ത്, കൂടിയാട്ടം എന്നിവയിലൂടെ വളർന്ന് കലകളുടെ രാജാവായ കഥകളിയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ കലാപാരമ്പര്യം. സുമംഗലികൾ കൈകൊട്ടിയാടുന്ന തിരുവാതിരക്കളി, മണവാട്ടിയും തോഴിമാരും കളിക്കുന്ന ഒപ്പന, മാർഗം കളി എന്നിങ്ങനെ സ്ത്രീകളുടെ മാത്രം കലാരൂപങ്ങൾ വേറെയുമുണ്ട്. ഒരു നാടിന്റെ കലാരൂപങ്ങൾ അഭ്യസിക്കാനായി കേരള കലാമണ്ഡലം എന്ന കൽപ്പിത സർവകലാശാല തന്നെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഏതൊരു മലയാളിക്കും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമല്ലേ? തായമ്പകയും പഞ്ചവാദ്യവും ഇളഞ്ഞിത്തറ മേളവും എല്ലാം നമ്മുടെ നാട്ടിലാണെന്ന് രോമാഞ്ചത്തോടെ അല്ലാതെ ഓർക്കാൻ കഴിയുമോ? ദഫ്മുട്ട്, കോൽക്കളി, ചവിട്ട് നാടകം എന്നിങ്ങനെ അനേകം കലാരൂപങ്ങൾ കലോത്സവ വേദിയിൽ മാത്രമായി ചുരുങ്ങിപ്പോയെങ്കിലും എവിടെയും കാണാത്തത് അവിടെ കാണുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. തെയ്യവും തിറയും തെക്കൻ പാട്ടും തേക്ക് പാട്ടും പിറന്ന എൻ്റെ നാടിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. കേരളീയ കലകളും സംസ്കാരവും നീനാൾ വാഴട്ടെ. നന്ദി, നമസ്കാരം.